നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയും ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുടെ സഹായിയുമായ തഹാവൂർ റാണയെ അന്വേഷണ ഏജൻസികൾ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ലോസ് ആഞ്ചലസ് ജയിലിൽ നിന്ന് ഏറ്റുവാങ്ങി പ്രത്യേക വിമാനത്തിലാണ് റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. റാണയെ കൊണ്ടുവരാൻ അയച്ച വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ന് ഉച്ചയോടെ ദില്ലിയിൽ പാലം വ്യോമത്താവളത്തിലെത്തും. ദില്ലിയിലെത്തിക്കുന്ന റാണയെ തിഹാർ ജയിലിൽ പാർപ്പിക്കാൻ സൗകര്യം ഒരുക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഞ്ചേശ്വരം മുൻ MLA-യും മുസ്ലിം ലീഗ് നേതാവുമായ MC കമറുദ്ദീനും ഫാഷൻ ഗോൾഡ് MD TK പൂക്കോയ തങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ. നിയമവിരുദ്ധ പണമിടപാട് കണ്ടെത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2 ദിവസം മുമ്പാണ് ED ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. വിഷു, തമിഴ് പുതുവർഷം എന്നീ ആഘോഷങ്ങൾ കണക്കിലെടുത്ത് സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ച റെയിൽവേ ഈ മാസം 12, 19 തീയതികളിൽ ചെന്നൈ മുതൽ കൊല്ലം വരെ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. ട്രെയിൻ രാത്രി 11:20 യാത്ര പുറപ്പെടും. കേരളത്തിൽ വേനൽ മഴ തുടരുന്നു. ഇന്ന് 2 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ വടക്കൻ ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചനം നടത്തിയിട്ടുള്ളത്. ഇന്ന് വ്യാഴാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. ബീഹാറിൽ 4 ജില്ലകളിലായി ഇടിമിന്നലേറ്റ് 13 പേർ മരിച്ചു. ബെഗുസരായി, ദർഭംഗ, മധുബനി, സമസ്തിപൂർ എന്നീ ജില്ലകളിലാണ് സംഭവം. ബേഗുസരായിൽ 5 പേരും, ദർഭംഗയിൽ 4 പേരും, മധുബനിയിൽ 3 പേരും, സമസ്തിപൂരിൽ ഒരാളുമാണ് മരിച്ചത്. ശക്തമായ കാറ്റിനും ആലിപ്പഴ വർഷത്തിനുമൊപ്പം ഇടിമിന്നലും എത്തിയതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. 13 പേരുടെ മരണത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് അതിർത്തിയിൽ മറുപടി നൽകി കേന്ദ്ര സർക്കാർ. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ കര അതിർത്തി വഴി വിദേശ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ റദ്ദാക്കി. മ്യാൻമാർ, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തിനാണ് ഇന്ത്യ അനുമതി റദ്ദാക്കിയത്. ബംഗ്ലാദേശിലെ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത പ്രഹരമാണ് ഈ തീരുമാനം മാറി. ബംഗ്ലാദേശിൽ നിന്നുള്ള കയറ്റുമതിക്കായി ഇന്ത്യയിലെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും റോഡുകളും അനുവദിച്ചുകൊണ്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ 2020 ബംഗ്ലാദേശിന് നൽകിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു ബംഗ്ലാദേശ് വികസനത്തിനായി ഇന്ത്യ ഈ സൗകര്യം ചെയ്തത്. ഷെയ്ഖ് ഹസീന സർക്കാരും മോദി സർക്കാരും തമ്മിലുണ്ടാക്കിയ ഈ കരാറാണ് കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡ് ഏപ്രിൽ 8 റദ്ദാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ദിനാജ്പൂരിലെ ഒരു തടാകത്തിൽ നിന്ന് വിഷ്ണു വിഗ്രഹം കിട്ടി. കഴിഞ്ഞ 4 വർഷത്തിനിടെ ബംഗ്ലാദേശിലെ മണ്ണിലും തടാകങ്ങളിലും വിഷ്ണു വിഗ്രഹം കണ്ടെത്തിയ 4ാമത്തെ സംഭവമാണിത്. ദിനാജ്പൂരിലെ നവാബ്ഗഞ്ചിൽ ഒരു തടാകം കുഴിക്കാനുള്ള ജോലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് സാമാന്യം വലിപ്പമുള്ള ഒരു വിഷ്ണു വിഗ്രഹം കണ്ടെത്തിയത്. വിഗ്രഹത്തിന് 27 കിലോ ഭാരമുണ്ടായിരുന്നു. വിഗ്രഹത്തിൽ വിഷ്ണുവിനൊപ്പം ദേവി ലക്ഷ്മിയുടെ ഒരു ചിത്രവും കൊത്തിവെച്ചിരുന്നു. പ്രദേശത്തെ മണ്ണ് ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചെടുക്കുന്നുണ്ടെങ്കിലും വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലായിരുന്നു. UAE-യിലേക്ക് 2 മണിക്കൂർ കൊണ്ട് വെള്ളത്തിനടിയിലൂടെ എത്തുന്ന യാത്ര ഏറെ പ്രതീക്ഷകൾ ഉണർത്തുന്നു. ഇപ്പോഴത്തെ 4 മണിക്കൂർ വിമാനയാത്രയാണ് പകുതിയാക്കി ചുരുക്കാൻ പോകുന്നത്. ഈ അതിവേഗ അന്തർജല യാത്രാ പദ്ധതി നിർദ്ദേശിച്ചത് UAE-യുടെ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് NAB ആണ്. ഹൈസ്പീഡ് അണ്ടർ വാട്ടർ ട്രെയിൻ യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. മണിക്കൂറിൽ 600 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക. മുംബൈയിൽ നിന്ന് ഫുജൈറയിലേക്കായിരിക്കും കടലിനടിയിലൂടെയുള്ള യാത്ര. കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് നാടുകടത്തുന്നതിനുള്ള നടപടികൾ തുടർന്ന് US CBP-1 കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ആപ്പ് വഴി രാജ്യത്ത് പ്രവേശിച്ച കുടിയേറ്റക്കാർ ഉടൻ തന്നെ രാജ്യം വിടണമെന്നാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ മുന്നറിയിപ്പ്. ഇത് സംബന്ധിച്ചിട്ടുള്ള മെയിലും അയച്ചു കഴിഞ്ഞു. ജോ ബൈഡന്റെ ഭരണകാലത്ത് CBP-1 ആപ്പ് വഴി 9,36,000-ത്തിലധികം കുടിയേറ്റക്കാരാണ് രാജ്യത്തേക്ക് വന്നതെന്നാണ് കണക്കുകൾ. ബംഗ്ലാദേശിലേക്ക് മടക്കുമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പാർട്ടി നേതാക്കൾക്കുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കി. ഞാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരും, അതുകൊണ്ടാണ് അള്ളാഹു എന്നെ ജീവനോടെ നിലനിർത്തുന്നതെന്ന് ഞാൻ കരുതുന്നു, ഷെയ്ഖ് ഹസീന സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. സ്ഥാനഭ്രംശിയായി ബംഗ്ലാദേശ് വിടേണ്ടി വന്ന തനിക്ക് ഇന്ത്യയിൽ അഭയം നൽകിയ മോദിക്ക് ഷെയ്ഖ് ഹസീന നന്ദി പറഞ്ഞു. അമേരിക്കയിലെ ഹാസ്യനടനും TV അവതാരകനുമായ ജോ റാഗൻ തന്റെ വീഡിയോ പോഡ്കാസ്റ്റിൽ കുണ്ടലിനി യോഗയെക്കുറിച്ച് ബ്രയാൻ സി മുറാസ്കു എന്ന കുണ്ടലിനി യോഗയിൽ വിദഗ്ധനായ യുവാവുമായി നടത്തിയ ചർച്ച വൈറൽ. ഭാരതത്തിലെ കുണ്ടലിനി യോഗ പഠിച്ചാൽ 8 അത്ഭുത സിദ്ധികൾ ലഭിക്കുമെന്ന് പറയുന്ന ജോ റോഗൻ ആ അത്ഭുത സിദ്ധികൾ ഏതൊക്കെയെന്ന് വിശദമാക്കിയപ്പോൾ ഭൗതികതയോട് ആർത്തിമൂത്ത പാശ്ചാത്യർക്ക് കുണ്ടലിനി യോഗ വഴങ്ങില്ലെന്നായിരുന്നു ബ്രയാൻ സി മുറാസ്കു പറഞ്ഞത്. ഇവർ തമ്മിൽ കുണ്ടലിനി യോഗയെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം വൈറലായിട്ടുണ്ട്.
ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസ്കൃതം, ജോർജ് ടൗൺ സർവകലാശാലയിൽ നിന്ന് നിയമവും പഠിച്ച ആളാണ് ബ്രയാൻ സി മൊറാസ്കോ. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.